വിവാഹ ചടങ്ങുകളിലും മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നിരോധിച്ച് ഹൈക്കോടതി. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഭക്ഷണപാത്രങ്ങൾ, പ്ലേറ്റുകൾ, കപ്പ്, സ്ട്രോ, കവറുകൾ, ബേക്കറി ബോക്സുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനുമാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഹോട്ടലുകളുടെ ലൈസൻസ് വ്യവസ്ഥകളുടെ ഭാഗമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് നടക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക ചടങ്ങുകളിലും ഈ നിരോധനം ബാധകമായിരിക്കും. ഗാന്ധി ജയന്തി ദിനമായിട്ടുള്ള ഒക്ടോബർ 2 മുതൽ ഈ നിരോധനം പ്രാബല്യത്തിലാക്കാൻ ജസ്റ്റിസുമാരായിട്ടുള്ള ബെച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ മതിയായ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിൽ ആവശ്യപ്പെടുന്നുണ്ട്. മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ള മൂന്നാർ, അടിമാലി, മാങ്കുളം, പള്ളിവാസൽ, മറയൂർ, ദേവികുളം, കാന്തല്ലൂർ, വട്ടവട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ വരുന്ന മൂന്നാർ മേഖല, തേക്കടി, വാഗമൺ, അതിരപ്പള്ളി, അതോടൊപ്പം തന്നെ ചാലക്കുടി, അതിരപ്പള്ളി മേഖല, നെല്ലിയാമ്പതി, പൂക്കോട്, തടാകം വൈത്തിരി, സുൽത്താൻ ബത്തേരി, കർലാട് തടാകം, അമ്പലവയൽ, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എന്നീ ടൂറിസം ഹിൽ സ്റ്റേഷനുകളിലും ഒറ്റത്തവണ പ്ലാസ്റ്റിക്കിനുള്ള വിലക്ക് ബാധകമാണ്. നിരോധിത മേഖലകളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിന് കിയോസ്കുകൾ സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നതിനായിട്ട് സ്റ്റീൽ, കോപ്പർ ഗ്ലാസുകൾ ഉപയോഗിക്കണം. ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ തടയണം. പ്ലാസ്റ്റിക്കിന് പകരം സമാന്തര സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. Please subscribe our channel.